സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം വേണം. ചർച്ച ശക്തമാകുന്നു. പുതിയ KPCC പ്രസിഡന്റായി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും വേണമെന്ന് AICCക്ക് കത്തെഴുതി ഒരു വിഭാഗം നേതാക്കൾ. K. സുധാകരൻ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തിരിച്ചെത്തിയതിനു ശേഷവും പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച് ചർച്ചകൾ സംസ്ഥാന കോൺഗ്രസിൽ തുടരുന്നു. ക്രിസ്ത്യൻ സമുദായത്തിന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രാതിനിധ്യമില്ലാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ചർച്ചകൾ തുടരുന്നത്. ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് 2019 സീറ്റുകൾ നിലനിർത്താനായില്ലെങ്കിൽ നേതൃമാറ്റമാണ് പാർട്ടി പരിഗണിക്കുന്നത്. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നീ സ്ഥാനങ്ങളാകും മാറുക. നിലവിൽ സമുദായ പരിഗണന കൂടി പരിഗണിച്ചാണ് K. സുധാകരൻ KPCC പ്രസിഡന്റ് ആയത്. എന്നാൽ എല്ലാ സ്ഥാനങ്ങളും ഹിന്ദു വിഭാഗത്തിൽ പോയതും ക്രിസ്ത്യൻ പ്രാതിനിധ്യം കേരളത്തിൽ കുറഞ്ഞതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ക്രിസ്ത്യൻ നേതാവ് വരണമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിന്തുണ തിരിച്ചുപിടിക്കാൻ സമുദായത്തിൽപ്പെട്ട നേതാവ് നേതൃനിരയിൽ വേണമെന്നാണ് ആവശ്യം. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിനും AK ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചതിനും ശേഷം ക്രിസ്ത്യൻ സമുദായത്തിന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രാതിനിധ്യമില്ലായിരുന്നു. ഒരു കാലത്ത് പാർട്ടിയുടെ നട്ടെല്ലായി കരുതിയിരുന്ന സഭയ്ക്കും ക്രിസ്ത്യൻ സമൂഹത്തിനും ഇതിൽ നീരസമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ തിരിച്ചെത്തിയെങ്കിലും പാർട്ടിയിൽ അതൃപ്തി പുകയുകയാണ്. മെയ് 4 നടന്ന യോഗത്തിൽ ചില സ്ഥാനാർത്ഥികൾ പാർട്ടിയുടെ ദുർബലമായ സംഘടനാ ഘടനയിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു. സുധാകരന്റെ അനാരോഗ്യവും അദ്ദേഹം ചിലരുടെ നിയന്ത്രണത്തിലാണെന്ന ആരോപണവും പാർട്ടിയിൽ വ്യാപക ചർച്ചയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച പ്രകടനം നടത്തിയാലും അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരം കൊണ്ടാകുമെന്നും കോൺഗ്രസിന്റെ ശക്തി കൊണ്ടല്ലെന്നും മുതിർന്ന നേതാവ് പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 19 സീറ്റുകളാണ് ലഭിച്ചത്. എന്നാൽ പിന്നീട് നടന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയക്കുതിപ്പ് നിലനിർത്താനായില്ല. നേതൃമാറ്റം ആസന്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം വിലയിരുത്താൻ മെയ് 4 ചേർന്ന യോഗത്തിലാണ് ബൂത്ത് തലത്തിൽ സർവേ നടത്താൻ നേതൃത്വം തീരുമാനിച്ചത്. പ്രാദേശിക നേതാക്കൾക്ക് ഒരു പ്രൊഫോർമ വിതരണം ചെയ്യുകയും പൂരിപ്പിച്ച സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആകെ വോട്ട് ചെയ്ത കോൺഗ്രസുകാരുടെ എണ്ണം, വോട്ട് ചെയ്യാത്തവരുടെ എണ്ണം, പോളിംഗ് സമയത്ത് വിദേശത്തുണ്ടായിരുന്ന പാർട്ടി വോട്ടർമാരുടെ എണ്ണം തുടങ്ങിയ വിവരങ്ങൾ നേതൃത്വം ആരാഞ്ഞിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ.